ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ ഒരു റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. മിനി ഷവർമയാണ്. ഇത് അഫ്ഗാനി മിനി ഷവർമാസ് എന്നാണ് അത് പൊതുവേ വിളിക്കാറ്. അപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി, ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ നോമ്പിന് ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇത് ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടിലെ പാല് കൂടി ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര, ഉപ്പും ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ മാവ് കുഴക്കാൻ എടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പൊടിയും ചേർക്കുന്നുണ്ട്. പൊടി എന്ന് പറയുന്നത് 2 കപ്പ് പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ ഈസ്റ്റ് കൂട്ടിയിട്ടുള്ള മാവാണ്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് ചെറിയൊരു മീഡിയം സൈസ് ഡഫാണ് ഇതാക്കുന്നത്. എന്ന് വെച്ചാൽ നന്ന ലൂസും അല്ല നന്ന ടൈറ്റും അല്ലാത്ത ഡഫായിരിക്കണം. പിന്നെ മിനി കുബൂസ് പോലെയാണ് ഇതാക്കുന്നത്. മിനി പാറ്റീസോ കുബൂസോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പറയാം. ചെറിയ പീറ്റ ബ്രെഡ്സ് എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെയാണ്. അപ്പോൾ അത് കവർ ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്ക്കൊത്ത്, ഓയിൽ, പച്ചമുളകും ഉള്ളിയൊക്കെ മുറിച്ചിട്ടിടാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നന്ന കുക്കിങ്ങൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു കളർ മാറുമ്പം തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് അത് ആ ഒരു പച്ചമണം പോകുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ എന്ന് പറയുന്നത് ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം കുക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെയുള്ള മസാലപ്പൊടിയെല്ലാം വളരെ ലൈറ്റായിട്ട് ഞാൻ ഇടുന്നുള്ളൂ. റെഡ് ചില്ലി പൊടി, പെപ്പർ പൊടിയും പിന്നെ വരുന്നതാണ് ജീരകപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ചിക്കനിൽ ഓൾറെഡി ഉപ്പില്ലുണ്ട്, അത് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഒരു ക്യാപ്സിക്കം കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ലാസ്റ്റ് ഇടുന്നില്ലു. ക്യാപ്സിക്കം നന്ന കുക്കായി വരണ്ട. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ക്രഞ്ചി ആകുന്ന മാത്രമേ ക്യാപ്സിക്കം ഇളക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്, ഇതൊരു ക്രീമി ഷവർമ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഫ്രഷ് ക്രീമും ചീസും മയനീസും ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി കൊടുക്കും. ഇത് ലാസ്റ്റ് ചൂട് ഇല്ല സമയത്ത് തന്നെ ഫ്ലെയിം ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കുക്കായി കഴിഞ്ഞാലാണ് ഈ 3 ഐറ്റംസ് ലാസ്റ്റ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ചീസ് മെൽറ്റാകുന്ന വരെ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായേ വേണ്ട, നന്ന കുക്കിങ്ങൊന്നും ഇല്ല ഇതിൽ. എന്നിട്ട് ഓഫാക്കിയിട്ട് ഉപ്പ് അന്നേരം ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചീസിലും മയനീസിലെല്ലാം ഉപ്പുണ്ട്, അപ്പം ഉപ്പ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒന്ന് തണയാൻ വെക്കുക. നമ്മളിവിടെ മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അത് നല്ലോണം കുഴച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇത്ര ബോൾസിൽ ആക്കി വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രൂപത്തിലാണ്, ഇത്ര വലുപ്പത്തിലാണ് നമ്മളിത് പരത്തി എടുക്കുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. ഞാനിപ്പം സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഇത് മിനി പാറ്റീസ് ആക്കി എടുക്കുന്നത്. കുറച്ച് തിക്നെസ്സിൽ തന്നെ വേണം. ഇത് നന്ന നീർങ്ങനാക്കാൻ പാടില്ല. ഇതാ ഞാനിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഇത് കുറച്ചൊരു 10-15 മിനിറ്റ് പൊന്താൻ വെക്കാം. ഒരു ക്ലീൻ ടവൽ എടുത്തിട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ പൊന്താൻ വെക്കാം. അപ്പം ഇതൊന്ന് റൈസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പം നല്ല പെട്ടെന്ന് തന്നെ ഇതാവും. ശ്രദ്ധിക്കണം, കാരണം ഇത് നന്ന ബ്രൗണാകാൻ നിൽക്കണ്ട. ലൈറ്റായിട്ടുള്ള ഒരു കുക്കിങ്ങേ ഇതിൽ ആവശ്യമുള്ളൂ. കാരണം മിനി ആയതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇതാകുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ 10 ഓടാണ് എടുത്തിട്ടുള്ളത്. വലിയ ഓടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും. എന്നിട്ട് നമ്മൾ മിക്സ്ചർ നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മയനീസും കെച്ചപ്പും റെഡ് സോസും ഇടുന്നുണ്ട്. റെഡ് സോസ് എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. അതന്നെ ഇടണം. ഈ നമ്മൾ വേറെ സോസൊന്നും ഒഴിക്കാൻ പാടില്ല. ഈ പറഞ്ഞ അളവിൽ തന്നെ ഈ സോസ് തന്നെ യൂസ് ചെയ്യണം. എന്നാലേ ഈ ടേസ്റ്റ് വേറെ ലെവലിലേക്ക് എത്തുന്നതാണ്. നല്ല അടിപൊളി ഷവർമാൻ്റെ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്, ക്രീമി ടേസ്റ്റാണ്. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇതേപോലെയാണ്. നമ്മളൊരു മിനി കുബൂസ് എടുത്തിട്ട് പീറ്റ ബ്രെഡോ കുബൂസോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിന് പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ മിനി ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ മിക്സ്ചർ എടുത്തിട്ട് മേലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റ്. കാരണം നമ്മളെ മയനീസും ചീസും ഇതൊക്കെ എന്തെങ്കിലും പുതിയ ഐറ്റംസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം.
അപ്പം നിങ്ങൾക്ക് പാർട്ടിയോ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കൂടുതലായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് മെയിൻ കുറച്ച് ഐറ്റംസ് വീട്ടിലെന്തായാലും നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങി വെക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊന്ന് ആക്കി വെക്കാം. വളരെ എളുപ്പമൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് മിനി കുബൂസും മിനി പീറ്റ ബ്രെഡ്സൊക്കെ ആക്കുമ്പം ഇത് വെരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇവിടെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം നന്ന സ്പൈസി ഒന്നുമല്ല, ബട്ട് ഒരു വേറെ തന്നെ ടേസ്റ്റും വേറെ തന്നെ ഒരു ലെവലിലാണ് ഇതിലത്. അഫ്ഗാനി മിനി ഷവർമ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ നോമ്പിനേക്ക് തീർച്ചയായിട്ടും പിൻ ചെയ്ത് വെക്കുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നിങ്ങൾ അഭിപ്രായം പറയുക കമൻസിൽ. ഓക്കെ.